നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോൾ സ്പോർട്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗെയിമിംഗ് സീരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം FTS 2021 FTS 15 21 മോഡാണ്. അപ്പോൾ ഈ മോഡ് ചെയ്തേക്കുന്ന മലയാളം ടെക് മാസ്റ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറയുന്ന ഒരു മാനേജർ മോഡ് കരിയർ, ഫിഫ കരിയർ മോഡ് പോലെയും അതുപോലെ പെസ്സിലെ മാസ്റ്റർ ലീഗ് പോലെയും ചെയ്യുന്ന ഒരു കരിയർ മോഡാണ്. ഇതിലേത് ടീമാണ് വേണ്ടതെന്ന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എവർട്ടൺ ആണ് ചൂസ് ചെയ്തത്. ഞാൻ വുൾഫ്സും അതുപോലെ തന്നെ ന്യൂകാസിലും ഓപ്ഷൻസ് നൽകിയിരുന്നു. പക്ഷേ ഭൂരിഭാഗം ആളുകളും എവർട്ടൺ ആണ് ചൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എവർട്ടൻ്റെ ഒരു കരിയർ മോഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കരിയർ മോഡിൽ ഡെയിലി തന്നെ നമുക്ക് Q&A ഉണ്ടാകും. ഈ ഒരു കരിയർ മോഡ് നമ്മൾ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ റിയലിസ്റ്റിക് ട്രാൻസ്ഫേഴ്സും റിയലിസ്റ്റിക് പ്ലേയേഴ്സിനൊക്കെ ആയിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു കരിയർ മോഡിൽ 6 സീസൺ ഒബ്ജക്റ്റീവ്സ് കാണുക. ഒരു പ്ലെയറിനെ വെച്ച് ഇത്ര ഗോൾ അടിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ വെച്ച് ഇത്ര അസിസ്റ്റ് കൊടുക്കുക. ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് അടുത്ത എപ്പിസോഡ് മുതൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏതായാലും നമുക്ക് ട്രാൻസ്ഫർ സജഷൻസ് ഞാൻ മുന്നേ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡേവിഡ് ബ്രൂക്സിന് സൈൻ ചെയ്യാൻ, തിയോ വാൾക്കോട്ട്, അതുപോലെ തന്നെ റിച്ചാർലിസൺ പോലത്തെ നല്ല വിങ്ങേഴ്സും നല്ല അറ്റാക്കിംഗ് സ്ക്വാഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ഡേവിഡ് ബ്രൂക്സിനെയും കൂടെ സൈൻ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഡേവിഡ് ബ്രൂക്സിനെ നമ്മൾ സൈൻ ചെയ്യുന്നില്ല. ഉപമെക്കാനോ സെൻറ്റർ ബാക്ക്, ഉപമെക്കാനോ എന്ന് പറയുന്ന പ്ലെയറെ നമ്മൾ നോക്കുന്നുണ്ട്. RB ലീപ്സിഗിൽ കളിക്കുന്ന സെൻറ്റർ ബാക്കാണ്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള പ്ലെയറാണ്. ഏതായാലും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ആ ഒരു പ്ലെയറിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കും. ലപ്പോർട്ടിന് സൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉപമെക്കാനോ ആണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഏതായാലും നമുക്ക് ഇതിലേതെങ്കിലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നതായിരിക്കും. പ്രീ സീസൺ ഫിക്സ്ചേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. അയാക്സും അൽക്കുമാറുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഒരു ഡച്ച് ടൂറിനാണ് നമ്മൾ പോകുന്നത്. അൽക്കുമാറുമായിട്ടുള്ളൊരു മാച്ച് സിം ചെയ്യുന്നതായിരിക്കും. പക്ഷേ അയാക്സുമായിട്ടുള്ള അതൊരു കപ്പ് മാച്ചാണ്. ഏർലി സീസൺ ഒരു കപ്പ് അടിക്കാനുള്ള ചാൻസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് നമ്മൾ കളിക്കുന്നതായിരിക്കും. ഈ ഒരു സീസണിലേക്ക് വേണ്ടി നമുക്ക് ബോർഡ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 35 മില്യനാണ്. ഒരു നല്ലൊരു പ്ലെയറെ സൈൻ ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്ലെയർ സെയിൽസിൽ കൂടെ ഒരു നല്ലൊരു എമൗണ്ട് ഗ്യാദർ ചെയ്തെടുത്താൽ നമുക്ക് 1-2 നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാം ഈ ഒരു എമൗണ്ടിൽ കൂടെ തന്നെ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ലപ്പോർട്ടിനേക്കാൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഉപമെക്കാനോ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉപമെക്കാനോ സൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 14.6 മില്യനാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. ഈച്ച് ആൻഡ് എവരി മില്യൺ നമ്മൾ ലാഭിക്കണം. അതുകൊണ്ട് തന്നെ 12.5 മില്യൻ്റെ ഒരു ഓഫറുമായിട്ടാണ് ഞാൻ പോകുന്നത്. പ്രോബ്ലി അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കിട്ടിയാൽ അത് വളരെ നല്ലൊരു ഡീൽ തന്നെയായിരിക്കും. നമ്മൾ കൊടുത്ത ഓഫറിൻ്റെ ഇരട്ടിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. 23.4 മില്യനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ആകെയുള്ള ട്രാൻസ്ഫർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 30 മില്യൺ മാത്രമാണ്. ആ ഒരു ഓഫർ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാനൊരു 20 മില്യൺ ഓഫറാണ് നൽകാൻ പോകുന്നത്. ഇത് അവർ അക്സെപ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 3 മില്യൻ്റെ കുറവ് അത്ര വലുതായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ബട്ട് അവർക്ക് 23.4 മില്യൺ തന്നെ വേണം എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഡീലിന് 23.4 മില്യൺ പോലും അത്ര വലിയൊരു തുകയല്ല. നമ്മുടെ കയ്യിൽ 30 മില്യൺ ബഡ്ജറ്റ് ഉണ്ട്. സോ 23.4 ഞാൻ ബിഡ് ചെയ്യുകയാണ്. ഞാൻ ഉപമെക്കാനോയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവർ നമ്മുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു നല്ലൊരു സൈനിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. 79 ഓവറുള്ള പ്ലെയറാണ്. നമ്മുടെ ഡിഫൻസിനെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും. 3 വർഷത്തെ കോൺട്രാക്റ്റിൽ 75,000 യൂറോസ് വേജിലാണ് നമ്മൾ ഉപമെക്കാനോയെ സൈൻ ചെയ്തിട്ടുള്ളത്. സോ നല്ലൊരു സൈനിങ് ആണ്. ഇത് നമ്മുടെ ഡിഫൻസിനെ ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ ഡിഫൻസ് അത്ര ഒരു നല്ല ഡിഫൻസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഉപമെക്കാനോയെ സൈൻ ചെയ്യുന്നത്. ബെയിൻസിന് വേണ്ടി ഒളിമ്പിക് ലിയോൺ ഒരു ഓഫർ വെച്ചേക്കാണ്. 18.2 മില്യനാണ് അവരുടെ ഓഫർ. അത് ആക്ച്വലി ഒരു നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. കാരണം ബെയിൻസ് ഇച്ചിരി ഏജിങ് ആണ്. മാത്രമല്ല ആ ഒരു 18.2 മില്യൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല പ്ലേയേഴ്സിനെ എത്തിച്ച് സ്ക്വാഡൊന്ന് സ്ട്രെങ്തൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾദോ അത് മാർക്കറ്റ് വാല്യൂ കാട്ടി താഴെയാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ 18.2 മില്യൺ ബെയിൻസിനെ നമ്മൾ ഒളിമ്പിക് ലിയോണിലേക്ക് സെൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു സെയിൽ തന്നെയാണ്. പിന്നെ ഇവോബിക്ക് വേണ്ടി ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഇവോബി നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനാണ്. വിങ്ങർ എന്ന രീതിയിൽ നല്ല പേസുള്ള പ്ലെയറാണ്.
670 ആണ് മാർക്കറ്റ് വാല്യൂ. അതേ വാല്യൂ തന്നെയാണ് ടൊക്കുഷീമ ജാപ്പനീസ് ക്ലബ്ബ് ഓഫർ ചെയ്യുന്നത്. അതൊരു റിയലിസ്റ്റിക് ഓഫറായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാപ്പനീസ് ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ്. സോ ഫ്രണ്ട്ലി കപ്പ് ഫൈനൽ മാച്ചാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സ്ട്രോങ്ങസ്റ്റ് 11 തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. പിക്ഫോർഡ്, ഡീനെ, ഉപമെക്കാനോ, ന്യൂ സൈനിങ്, യെറീമീന, കോൾമാൻ, വാൾക്കോട്ട്, അലൻ, ഗോമസ്, ഹാമസ്, കാൽവർട്ട് ലെവിൻ, റിച്ചാർലിസൺ അടങ്ങുന്ന അറ്റാക്കിംഗ് ഡുവോ. അവർക്കും വലിയ സ്ട്രോങ് 11 തന്നെയാണ്. ഒനാനോ, തഗ്ലിയഫീഗോ, ഗ്രാവൻബർജ്, ബ്ലിൻഡ്, ഹുണ്ടലാർ, ആൻ്റണി. ഒരു മികച്ച ഒരു ലൈനപ്പ് തന്നെയാണ് അവർക്കുള്ളത്. ഈ ഒരു മത്സരം നമുക്ക് വിജയിച്ചു കഴിഞ്ഞാൽ സീസൺ തുടങ്ങും മുമ്പ് തന്നെ നമുക്കൊരു കപ്പ് അടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം സഫലമാവും എവർട്ടനെ വെച്ചുകൊണ്ട്. മാത്രമല്ല അതിൽ കൂടെ നമുക്ക് റവന്യൂവും ലഭിക്കുന്നതായിരിക്കും. ആക്ച്വലി നമുക്ക് നല്ല പ്ലേയേഴ്സിനൊക്കെ ആ ഒരു റവന്യൂ കൂടെ സൈൻ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കപ്പ് മാച്ച് കളിക്കുന്നത്. ഇതൊരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ മസ്റ്റ് വിൻ മാച്ച് ഫോർ us. ഫ്രണ്ട്ലി കപ്പ് മാച്ച് അയാക്സ് വേഴ്സസ് എവർട്ടൺ. അയാക്സ് 4-5-1 ഫോർമേഷനായിട്ടാണ് പോയിട്ടുള്ളത്. സോ ഇതോടുകൂടി കളി കിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അയാക്സിൻ്റെ ടച്ചോട് കൂടിയാണ് കളി കിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പാസിംഗ് പ്ലേ ആണ് കാഴ്ചവെക്കുന്നത്. യെറീമീനയുടെ ഒരു വൈറ്റൽ ഇൻ്റർസെപ്ഷൻ. പക്ഷേ അയാക്സ് ആ ഒരു പന്ത് വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ ഉപമെക്കാനോ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് റിച്ചാർലിസണിലേക്ക് നൽകുന്നു. കാൽവർട്ട് ലെവിൻ നല്ലൊരു ത്രൂ ബോൾ തിയോ വാൾക്കോട്ടിനെ കണ്ടെത്തുന്നു. മികച്ചൊരു സ്പേസ്, നല്ലൊരു ഷൂട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ വാൾക്കോട്ട്. പക്ഷേ ആ ഒരു ഷോട്ട് ഒനാനയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുക്കുന്നു. മാത്രമല്ല പവറും അധികമില്ലായിരുന്നു. ഹാമസ് റോഡ്രിഗസ് ആണ് ഒരു കോർണർ എടുക്കുന്നത്. ഹാമസ് ഒനാനയുടെ കയ്യിലേക്കാണ് വീണ്ടും ആ ഒരു കോർണർ ഹാമസ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. നെറേസ് നല്ലൊരു ഡ്രിബ്ലിംഗ്, നമ്മുടെ ഡിഫൻഡേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉപമെക്കാനോ മികച്ചൊരു ടാക്കൾ. നമ്മുടെ ന്യൂ സൈനിങ് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു മാച്ചിൽ പെർഫോം ചെയ്യുന്നത്. തിയോ വാൾക്കോട്ട് ആ ഒരു സ്കിൽ മൂവോടെ വർക്ക് ചെയ്യില്ല. ആൻഡ് അയാക്സിൻ്റെ ക്ലിയറൻസ്, ഉപമെക്കാനോ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. ആന്ദ്രേ ഗോമസിൻ്റെ ത്രൂ ബോൾ, ഓ മൈ ഗോഡ്, ഇൻ്റർസെപ്ഷൻ. അയാക്സ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷം എനിക്കൊരു ഗോൾ കൺസിഡർ ചെയ്യുന്ന ഇഷ്ടമല്ല. ആൻ്റണി മിസ്കമ്മ്യൂണിക്കേഷൻ, യെറീമീനയും ഉപമെക്കാനോയും തമ്മിൽ ലാങ്, ഓ മൈ ഗോഡ്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ മിനിറ്റിൽ തന്നെ നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഏറ്റവും വേഴ്സ്റ്റ് ടൈം ടു കൺസീഡറാണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈം എന്ന് പറയുന്നത്. നമുക്കൊരു പുതിയ ടീമായിട്ട് വരാൻ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ മൊത്തം മോട്ടിവേഷൻ കളയുന്നൊരു ഗോളായിപ്പോയി. സോ അതോടുകൂടി ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്. ഒന്നാം പകുതിയുടെ അവസാനത്തിൽ ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താൻ ആഗ്രഹിക്കുന്നു. സിഗർട്സണെ കൊണ്ടുവരികയാണ് തിയോ വാൾക്കോട്ടിന് പകരം. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല തിയോ വാൾക്കോട്ടിന്. അതുകൊണ്ടാണ് സിഗർട്സണെ കൊണ്ടുവരുന്നത്. നമ്മുടെ നമ്പർ 10 ആണ് സിഗർട്സൺ. സോ അതോടുകൂടി നമ്മുടെ രണ്ടാം ഹാഫ് നമ്മൾ കിക്ക് ചെയ്യുകയാണ്. അലൻ്റെ ഒരു മികച്ച ഇൻ്റർസെപ്ഷൻ, കാൽവർട്ട് ലൂവിനിലേക്ക് ഒരു ത്രൂ ബോൾ നൽകുന്നു. കാൽവർട്ട് ലൂവിനെ നല്ല രീതിയിൽ തന്നെ ട്രാപ്പ് ചെയ്ത് മുന്നേറുന്നു. കാൽവർട്ട് ലൂവിൻ, ഓ മൈ ഗോഡ്, അത് ക്രോസ് ബാറിൽ തട്ടി തെറിച്ചു പോകുന്നു. വീണ്ടും ഹാമസിൻ്റെ ഇൻ്റർസെപ്ഷൻ, ഹാമസ് റോഡ്രിഗസ്, ഓ മൈ ഗോഡ്, വാട്ട് എ ഡ്രിബ്ലിംഗ്. ആ ഒരു സ്കിൽ മൂവ് കണ്ടോ ഗൈസ്. നമുക്കൊരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഡെയിലി ബ്ലിൻഡിൻ്റെ ഫൗളാണ്. ഐ നീഡ് ടു ടേക്ക് ദിസ് സ്മാർട്ട്. ചുമ്മാ അടിച്ച് കളയാനുള്ളതല്ല, നല്ലൊരു ക്രോസ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഡെയിലി ബ്ലിൻഡ് കറക്റ്റായിട്ട് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഡേവീസ്, യെറീമീന, വീണ്ടും ഒരു മിസ് പാസ്. അവർക്കൊരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് കൂടി ലഭിച്ചിരിക്കുകയാണ്. മഗലൻ, ലാങ്, നല്ലൊരു സ്പേസാണ് അയാക്സിന് അറ്റാക്ക് ചെയ്യാൻ മികച്ചൊരു അവസരം. നെറേസ്, ഓ മൈ ഗോഡ്, ദിസ് ഇസ് ഡേഞ്ചറസ്. ഉപമെക്കാനോ മികച്ചൊരു ഡിഫെൻഡിങ്. ഈ ഒരു ന്യൂ സൈനിങ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകിയിട്ടുള്ളത്. ഹാമസ് റോഡ്രിഗസ് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് മുന്നേറുന്നു. കാൽവർട്ട് ലൂയിനിലേക്കൊരു ബോൾ, ആൻഡ് ഒനാനോ അത് മികച്ച രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. ഒരുപാട് അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു, ബട്ട് സ്റ്റിൽ ആ ഒരു ഡിഫെൻസിലെ സ്റ്റെബിലിറ്റി ഇല്ലായ്മ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഉപമെക്കാനോ ഇസ് ഡൂയിങ് വെൽ. ഹുണ്ടലാർ മികച്ചൊരവസരം, ആൻഡ് വി ഹാവ് കൺസീഡഡ് 2 goals വേഴ്സസ് അയാക്സ്. ആൻഡ് ഈ ഒരു കപ്പ് ഫൈനൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ആ ഒരു ക്ലിയറൻസ് വെറും ഒരു വേസ്റ്റ് ക്ലിയറൻസ് ആണ്. നമുക്കൊരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹാമസ് ആണ് എടുക്കുന്നത്. ഒരു സ്മാർട്ട് ഫ്രീ കിക്ക് ടു സിഗർട്സൺ. ആന്ദ്രേ ഗോമസ് മികച്ചൊരു ടേൺ, ആൻഡ് വാട്ട് എ ഫിനിഷ്. വി ആർ 2-1 അപ്പ്. പിക്ഫോർഡ് തൻ്റെ ഗോൾ പോസ്റ്റിൽ നിന്നും എണീറ്റ് വരുന്നു. ഒരു സ്മാർട്ട് ഫ്രീ കിക്കാണത്. നേരെ ആന്ദ്രേ ഗോമസിലേക്ക് നൽകുന്നു. ആന്ദ്രേ ഗോമസ് ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. സിഗർട്സൺ ദ സൂപ്പർ സബ്, ദ അസിസ്റ്റ് മാൻ. ആന്ദ്രേ ഗോമസ് ഡൂയിങ് വെരി വെൽ ടു ടേൺ ഹിസ് മാൻ ആൻഡ് സ്കോറിംഗ് ദ ഗോൾ. വീണ്ടും കാൽവർട്ട് ലൂവിൻ ഒരു അവസരമാണ്. കാൽവർട്ട് ലൂവിൻ, ഓ മൈ ഗോഡ്, വി ആർ 2-2 അപ്പ്. ഡൈയിങ് മൊമെൻറ്റ്സ്.
സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തെ മിനിറ്റിൽ 88-ാം മിനിറ്റിൽ നമ്മൾ 2-2 ലെവലായിരിക്കുകയാണ് അയാക്സിനൊപ്പം. കാൽവേർട്ട് ലൂയിൻ ആ ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് മികച്ചൊരു സ്പീഡിൽ കൂടെ ഒരു ലോ ഷോട്ട്, ഗോൾ കീപ്പറെ കബളിപ്പിക്കാൻ ആ ഒരു ലോ ഷോട്ട് മതിയായിരുന്നു കാൽവേർട്ട് ലൂയിന്. അതോടുകൂടി ഇറ്റ്സ് എവർട്ടൺ 2 അയാക്സ് 2, എനിത്തിങ് ഇസ് പോസിബിൾ. അവസാന നിമിഷം അയാക്സിന് ഫ്രീ കിക്കാണ്, കുണ്ടലാർ എടുക്കുന്നു ആൻഡ് ഇറ്റ്സ് ഈസി ഫോർ പിക്ഫോർഡ്. അതോടുകൂടി നമ്മുടെ സെക്കൻഡ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എക്സ്ട്രാ ടൈമിലേക്കാണ് പോകുന്നത്. മികച്ചൊരു ടേൺ കാൽവേർട്ട് ലൂയിൻ്റെ, ബെൻ ഡേവിസ്, കാൽവേർട്ട് ലൂയിൻ മികച്ച ഇൻ്റർസെപ്ഷൻ ട്രയോറയുടെ. അതോടുകൂടി എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് സ്റ്റിൽ 2-2 ആൻഡ് ഒരു ഹാഫും കൂടെ ഉണ്ട്, ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കായിരിക്കും പോകുന്നത്. കോൾമാൻ ഡേവിസിന് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത് ഫെയിലിയറായി പോകുന്നു. കോൾമാൻ, ഡീനയുടെ ത്രോ, അലനിലേക്ക് ലക്ഷ്യം വെച്ച പന്ത്, ബട്ട് അയാക്സ് ഈസിയായി തന്നെ ക്ലിയർ ചെയ്യുന്നു. ലാങ് ഓൺ ദി അറ്റാക്ക്, അയാക്സിന് മികച്ച കൗണ്ടറിനുള്ള അവസരം. വീണ്ടും നമ്മുടെ ഡിഫൻസ് കൊളാപ്സ് ചെയ്യുന്ന അവിടെ കാണാം. യെറിമീന ഇസ് നോട്ട് ഡൂയിങ് വെൽ ഇൻ ദിസ് ഗെയിം. അങ്ങനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ നന്നായി കളിച്ചാലും ജയിക്കത്തില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക്. ഇപ്പോഴും അയാക്സിന് തന്നെയാണ് പൊസഷൻ കൂടുതൽ. 55% ഡോമിനൻസ് അയാക്സിന് തന്നെയാണ്. വി ആർ സ്റ്റിൽ ലാക്കിംഗ് പൊസിഷൻ. സോ ഏതായാലും ഈ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെ വിജയിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. സോ അയാക്സിന് വേണ്ടി അവരുടെ ആദ്യത്തെ പെനാൽറ്റി എടുക്കുന്നത് ആൻ്റണിയാണ്. ആൻ്റണി ഫേസിങ് പിക്ഫോർഡ്, പ്ലീസ് സേവ് ദിസ് ആൻഡ് വി ഹാവ് സക്സസ്ഫുള്ളി സേവ് ദ പെനാൽറ്റി. മൈക്കൽ കീനാണ് അടുത്തൊരു പെനാൽറ്റി എടുക്കുന്നത്. ആ ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ആദ്യത്തെ ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയാണ്. അയാക്സിൻ്റെ സെക്കൻഡ് കിക്കാണ്, പിക്ഫോർഡ് അതും സേവ് ചെയ്തിരിക്കുകയാണ്. ദ ചാമ്പ്യൻ ഗോൾ കീപ്പർ പിക്ഫോർഡ്. കാൽവേർട്ട് ലൂയിനാണ് നമ്മുടെ സെക്കൻഡ് പെനാൽറ്റി എടുക്കുന്നത്. കാൽവേർട്ട് ലൂയിൻ വെൽ വൈഡ്. അയാക്സിൻ്റെ തേർഡ് കിക്കാണ്, ഇതും സേവ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് നല്ലൊരു പെനാൽറ്റി തന്നെയായിരുന്നു. ഹാമസ് റോഡ്രിഗസ് ആണ് നമുക്ക് വേണ്ടി നമ്മുടെ തേർഡ് പെനാൽറ്റി എടുക്കുന്നത്. വി നീഡ് ടു സ്കോർ ദിസ് ആൻഡ് ഹാമസ് പുട്ട്സ് ഇറ്റ് ദ റൈറ്റ് വേ. അദ്ദേഹം ഒരിക്കലും പെനാൽറ്റീസ് മിസ് ചെയ്യാറില്ല. അയാക്സിൻ്റെ ഫോർത്ത് കിക്കാണ്, അത് അവർ സ്കോർ ചെയ്തിരിക്കുകയാണ്. പെർഫെക്റ്റായിട്ട് തന്നെയാണ് അത് സ്കോർ ചെയ്തിരിക്കുകയാണ്. ലൂക്കസ് ഡീനെ ആൻഡ് ഹി സ്കോർസ്. സോ അയാക്സിൻ്റെ ലാസ്റ്റ് കിക്കാണ്, ഫിഫ്ത്ത് കിക്കാണ്. ഇതവർ മിസ് ചെയ്ത് അടുത്തത് നമ്മൾ സ്കോർ ചെയ്യണം. അവരത് സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ സ്കോർ ചെയ്തില്ലെങ്കിൽ വി ആർ ഔട്ട്. So we need to score this. Allen is taking the penalty. Allen, and he scores that. ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഈ ഒരു പെനാൽറ്റി പിക്ഫോർഡ് സേവ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ആൻഡ് പിക്ഫോർഡ് സേവ്സ് ഇറ്റ് ആൻഡ് വി ആർ ഓൺ ദ വേർജ് ഓഫ് വിക്ടറി. ഈ ഒരു പെനാൽറ്റി കൺവേർട്ട് ചെയ്താൽ നമ്മൾ വിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിത്ത് ദാറ്റ് നമ്മൾ ഫ്രണ്ട്ലി കപ്പ് വിജയിച്ചിരിക്കുകയാണ്. സീസണിൻ്റെ ആദ്യം തന്നെ ഒരു ട്രോഫി അത് നമ്മൾ നേടിയിരിക്കുകയാണ്. വാട്ട് എ പെർഫോമൻസ്! ഒരു കം ബാക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഒരു കം ബാക്ക്. ആക്ച്വലി ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല 80-ാം മിനിറ്റിൽ നമുക്ക് ഹാമസിൻ്റെ ഒരു ഫ്രീ കിക്ക് കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഒരു മികച്ച ഗോൾ നമുക്ക് കാൽവേർട്ട് ലൂയിനിൽ നിന്ന് ലഭിക്കുമെന്ന്. ആൻഡ് വി ആർ ദ ചാമ്പ്യൻസ്. 55% പൊസിഷൻ ഗോസ് ടു അയാക്സ്. ബട്ട് ലുക്ക് ആറ്റ് ദ പാസസ്. കാൽവേർട്ട് ലൂയിൻ, വാട്ട് എ പെർഫോമൻസ് ഫ്രം കാൽവേർട്ട്. ഈ ആഴ്ചത്തെ പ്ലെയർ ഓഫ് ദ എപ്പിസോഡിന് വേണ്ടി ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 2 പേരെയാണ്. നമ്മുടെ ന്യൂ സൈനിങ്ങായി വന്ന് ആദ്യ മാച്ചിൽ തന്നെ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. നമ്മുടെ യെറിമീന എന്ന് പറഞ്ഞ സെൻറ്റർ ബാക്കിൻ്റെ പോർ പെർഫോമൻസിനെ പോലും പുറകോട്ട് തള്ളി നിന്ന് മികച്ച പെർഫോമൻസ് നടത്തിയ ഉപ്പമെക്കാനോയാണ് 1ാം നോമിനി. അതോടൊപ്പം തന്നെ ഈ ഒരു മാച്ചിൽ നമുക്ക് ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ സമ്മാനിച്ച് ഹീറോ ആയി. അതുപോലെ തന്നെ 10 ഷോട്ടുകൾ എടുത്ത് ഈ ഗെയിമിലെ മാൻ ഓഫ് ദ മാച്ചായ കാൽവേർട്ട് ലൂയിൻ. ഈ 2 പേരെയുമാണ് ഞാൻ ഈ ഒരു വീക്കിലെ പ്ലെയർ ഓഫ് ദ എപ്പിസോഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്.
ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. അതിൽ കയറി നിങ്ങൾ വോട്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു പ്ലെയർ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് കാണാം.